ദൈവനാമത്തിന് മഹത്വം. ഒരു പ്രഭാതം കൂടെ ദൈവം നമുക്ക് ഒരുക്കി തന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 2026 2-ാം മാസം 1-ാമത്തെ ദിവസം, ഈ വിശുദ്ധ ദിവസം കർത്താവിൻ്റെ സന്നിധിയിൽ സ്തോത്രം ചെയ്യുവാൻ, ദൈവത്തിൻ്റെ കരുണ, വിശ്വസ്തത, ദയ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുവാൻ ദൈവം നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഒരുക്കിയ അനുഗ്രഹീത നിമിഷങ്ങൾക്കായി ദൈവത്തിന് എല്ലാ മഹത്വവും ബഹുമാനവും അർപ്പിക്കുന്നു. ജീവിതയാത്രയിൽ ദൈവം നമുക്ക് നൽകുന്ന ആരോഗ്യത്തിനും ബലത്തിനും ആത്മീയ നന്മയ്ക്കും എത്രമാത്രം നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. നമ്മെ നടത്തുന്ന, നമ്മെ പരിപാലിക്കുന്ന, നമ്മെ കരുതുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തതകളെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ നാം എന്നും ദൈവത്തിന് സ്തോത്രം ചെയ്യണം. 1-ാം സങ്കീർത്തനം ഇങ്ങനെ നമുക്ക് കാണുവാൻ കഴിയുന്നു: ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ദുഷ്ടന്മാർ അങ്ങനെയല്ല, അവർ കാറ്റുപാറ്റുന്ന പതിർ പോലെ അത്രേ. ആകയാൽ ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിലും പാപികൾ നീതിമാന്മാരുടെ സഭയിലും നിവർന്നു നിൽക്കുകയില്ല. യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാകുന്നു. ദുഷ്ടന്റെ ജീവിത രീതിയിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നവൻ യഥാർത്ഥ അനുഗ്രഹം പ്രാപിക്കുന്നു. ദുഷ്ടനുമായി സഹകരിക്കേണ്ടി വരുമ്പോഴും അവരുടെ പാപത്തിനോ പരിഹാസത്തിനോ കൂട്ടാളിയാവുകയില്ല. അനുഗ്രഹീതൻ ദുഷ്ടനുമായി യാതൊരു സഹകരണവും നടത്തുകയില്ല എന്നർത്ഥമില്ല. പകരം പാപം, നീതി, ന്യായവിധി എന്നിവയ്ക്ക് സാക്ഷിയായി നിൽക്കുകയും യഥാർത്ഥ അനുഗ്രഹം നൽകുന്ന കർത്താവിങ്കിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. സന്തുഷ്ടൻ അഭക്തനുമായി കൂട്ടുകൂടുമെങ്കിലും അവൻ്റെ ദുഷ്പ്രവൃത്തിക്ക് കൂട്ടാളിയാകുകയില്ല. സന്തുഷ്ടനായ ഒരു വ്യക്തി ദൈവത്തിൻ്റെ പുസ്തകത്തിൽ പേരുള്ളവനാണ്. വചനത്തിനായി അടങ്ങാത്ത ദാഹം അവനിലുണ്ടാകും. വചനത്തെ സ്നേഹിക്കുകയും രാപ്പകൽ ധ്യാനിക്കുകയും ചെയ്യും. സ്വന്തം ജീവിതം സമ്പുഷ്ടമാക്കുകയും അനുഗ്രഹത്തിൻ്റെ ചാനലാകുകയും ചെയ്യും. പാപത്തോട് വേർപെട്ട് വചനത്തിലേക്ക് തിരിയുന്ന മനുഷ്യൻ ശക്തിയുള്ള, ബലവത്തായ, ഫലവത്തായ വൃക്ഷം പോലെയാണെന്നാണ് ഈ വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആറ്റരികത്ത് നട്ടിരിക്കുന്നതും വറ്റാത്ത ഉറവയിൽ നിന്ന് പോഷണം ലഭിക്കുന്നു. തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ആത്മാവിൻ്റെ ഫലങ്ങൾ ഉള്ളതിനാൽ വാക്കും പ്രവൃത്തിയും ഉചിതമായിരിക്കും. ഇലവാടാത്തതിനെ കുറിച്ച് പറയുന്നത് ആന്തരിക പുതുക്കമുള്ളതിനാൽ സാഹചര്യങ്ങൾക്ക് അതീതമായ ആത്മീയത ഉണ്ടാകും. D.L. മൂഡി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: യഹോവയുടെ വൃക്ഷങ്ങൾ നിത്യഹരിതമാണ്. ഇങ്ങനെയുള്ള മനുഷ്യൻ ചെയ്യുന്നതെല്ലാം സാധിക്കും. കാരണം തൻ്റെ പ്രവൃത്തികളെല്ലാം ആത്മനിയന്ത്രിതവും ജീവിതം ദൈവിക കൂട്ടായ്മയിലുമാണ്. ക്രിസ്തീയ ജീവിതം ഫലപ്രദവും ജയകരവുമാകാനുള്ള വഴി ആത്മനിയോഗമാണ്. സ്വയം നിയന്ത്രിത ജീവിതമാകട്ടെ സമയം, പണം, പ്രയത്നം എന്നിവ പാഴാക്കുന്നു. പക്ഷെ ദുഷ്ടന്മാർ അങ്ങനെയല്ല. അവർക്ക് ഫലമില്ല, നിലനിൽപ്പില്ല, സമൃദ്ധിയില്ല, നന്നായി നട്ടിട്ടുമില്ല. പതിരുപോലെ ശരീരമോ അസ്തിത്വമോ ഇല്ല. ജീവിതത്തിൽ കൊടുങ്കാറ്റടിക്കുമ്പോൾ അവർ അസ്ഥിരരാണെന്ന് തെളിയും. ഒരു ശക്തിയായ കാറ്റടിക്കുമ്പോൾ അവർ അപ്രത്യക്ഷരാകും. ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിൽ നിൽക്കുകയില്ല എന്ന് വചനത്തിൽ പറയുന്നു. ദൈവത്തിൻ്റെ വെള്ളസിംഹാസനത്തിന് മുമ്പിൽ അവർ നിൽക്കേണ്ടി വരും. എന്നാൽ ലോകത്തിൽ അവർക്ക് നിലനിൽപ്പില്ല. ആലങ്കാരികമായി അവർക്ക് നിൽക്കുവാൻ കാലില്ല. നീതിമാന്മാരുടെ സംഘത്തിൽ അവർ നിൽക്കുകയില്ല. യേശു ക്രിസ്തുവിലെ വിശ്വാസത്താൽ കൃപയിലേക്ക് പ്രവേശിച്ചവരുടെ കൂട്ടത്തിൽ അവർ ഉണ്ടാകുകയില്ല. അതുകൊണ്ട് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ വീണ്ടും ജന്മം പ്രാപിച്ച ദൈവമക്കൾ അവർ പാപങ്ങളെ ഒക്കെ ഏറ്റുപറഞ്ഞ് യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചവരാണ്. അവരാണ് നീതിമാൻ. ക്രിസ്തുവിലുള്ള ജീവിതത്തിൻ്റെ ഫലമാണ് നീതി. തൻ്റെ പോരായ്മകളെ ഗ്രഹിച്ച് കർത്താവിന് മുമ്പിൽ മുട്ടുമടക്കാൻ വിസമ്മതിക്കുന്നവനാണ് ദുഷ്ടൻ. രക്ഷകനെ സ്വീകരിക്കേണ്ടതിന് പകരം പാപത്തിൽ ജീവിച്ച് തകരുന്നു. അങ്ങനെയുള്ള പാപികളായ, ദുഷ്ടന്മാരായ, ജീവിതം നിരാശയിലേക്ക് നടത്തുന്നവർക്ക് നിത്യരാജ്യത്തെക്കുറിച്ച് ഒരു കാഴ്ചപ്പാടും പ്രത്യാശയുമില്ല. എന്നാൽ ദൈവമക്കളായ നമ്മളെ സംബന്ധിച്ച് കർത്താവിനുള്ള പ്രത്യാശ നഷ്ടപ്പെടാതെ കർത്താവിന് വേണ്ടി നിലനിൽക്കുവാൻ കർത്താവ് സഹായിക്കും. ഈ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇന്നത്തെ ദിവസവും വരും ദിവസങ്ങളിലും അനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.
ക്രിസ്തുവിലുള്ള നീതിമാന്മാരുടെ ഫലം കായ്ച്ച് പ്രത്യാശയുള്ളവരായി, വിശ്വാസമുള്ളവരായി കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി നിൽക്കുവാൻ ദൈവം നമ്മുടെ എല്ലാ ജീവിതയാത്രകളിലും കൃപ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.